ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള കുർക്കുറെ നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. വീട്ടിൽ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സും കൂടെയാണ്. ഇതാണെങ്കിൽ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ളതും കൂടെ അല്ലേ. അപ്പോൾ ഇനി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും കൂടെയാണല്ലോ. അപ്പോൾ ഇങ്ങ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നോർമലായിട്ട് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം കടലപ്പൊടിയാണ് വേണ്ടത്. അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി യൂസ് ചെയ്താലും മതി. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. നോർമലായിട്ടുള്ള പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 2 കപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു വിസ്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കണം. നമുക്കിത് ഇതിൽ തരികളോ ഒന്നും പാടില്ല, നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ തരികളൊന്നുമില്ല. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കണേ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്തിട്ട് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി മാറ്റണം. അപ്പോൾ അതുവരെ നമ്മൾ ഈ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ലപോലെ ഇളക്കില്ല എന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പിടിക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കണം എന്ന് പറയുന്നത്. ഏകദേശം ഇങ്ങനെ തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാറ്റർ ഏകദേശം ഒന്നിങ്ങനെ തിക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അതും കൂടി ഇട്ടിട്ട് നിങ്ങൾ മിക്സ് ചെയ്യാം. ഇപ്പോൾ അതാ ബാറ്റർ ഏകദേശം ആയി വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോരുന്നത് കണ്ടില്ലേ, ആ ഒരു രൂപത്തിലാക്കി എടുക്കണം. അതുവരെ നമ്മൾ നന്നായിട്ട് ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കണം. ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് വെക്കണം. ഇപ്പോൾ അതാ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ കുറഞ്ഞൊരു ചൂടൊക്കെ ഉള്ളൂ കേട്ടോ. അധികം അങ്ങ് ചൂടായാൽ നമുക്ക് കുഴക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചൂടൊന്ന് പോയതിന് ശേഷം നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് നമുക്ക് കുഴക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടെ ഒക്കെ ആഡ് ചെയ്യാം. 1-2 ടീസ്പൂൺ ആയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കോൺഫ്ലവർ. ഇനി മാവ് എന്ത് ചെയ്യണം, നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുക്കുക. അത് ഏകദേശം നന്നായിട്ടങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ നിന്ന് കുറച്ച് ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. 2 വിരലിൻ്റെ ഇടയിൽ വെച്ച് ഇതേപോലെ ആക്കിയെടുത്താൽ കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു കുർക്കുറെ വേണ്ടത്. നമ്മൾ വാങ്ങിക്കുന്ന കുർക്കുറയ്ക്കൊക്കെ ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഒരു ബോൾസ് ആയിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് 2 കൈ വെച്ചിട്ട് ഇതേപോലെ നാക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എല്ലാ മാവും നമുക്ക് ഇതുപോലെ അങ്ങ് നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കണം.
അപ്പോൾ ഇതാ മൊത്തം ഞാൻ അതുപോലെ അങ്ങ് ആ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, കയ്യിൽ വെച്ച് നമ്മൾ ഇതാക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതൊന്നെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ ഇപ്പോൾ എത്രത്തോളം ഉണ്ട് നമുക്ക് ആ ഒരു മാവ് കുഴച്ചെടുത്തിട്ട് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ ഇത്രയും ചെറിയ ചെറിയ ഇതേപോലുള്ള ഷേപ്പാണ് കേട്ടോ ആക്കിയെടുക്കേണ്ടത്. വല്ലാണ്ട് അങ്ങ് വലിപ്പം കൂടാനും പാടില്ല. അപ്പോൾ ഉള്ളൊക്കെ കുറച്ച് തിക്കായിട്ടൊക്കെ വരും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാനേ ഉള്ളൂ. ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ കളറായിട്ട് വരില്ല. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതാ കുറേശ്ശൊക്കെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഒന്നും കൂടെ അങ്ങ് കളർ ചേഞ്ച് ആയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ കളറൊക്കെ ഒന്നങ്ങ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അങ്ങ് കളർ ചേഞ്ച് ആവരുത്തിട്ട്, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി നമ്മളൊരു കിച്ചൺ ടവലിലേക്ക് അങ്ങ് കോരിയെടുത്താൽ മതി. അപ്പോൾ കൂടുതലായിട്ട് എണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ ഇതാ ഞാനിത് മൊത്തമായിട്ട് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ മൊത്തം ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്യേണ്ടത് ആ ഒരു ചൂടോട് കൂടിയിട്ടാണ്. ചൂട് പോയാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്യാൻ പ്രത്യേകം നോക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് റെഡ് ചില്ലി പൗഡറാണ്. വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം തന്നെ ചാട്ട് മസാലയാണ്, അതും അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് 1 ടീസ്പൂണോളം പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ്, അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് മാത്രം മതിയാവും. അതും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതാണ് ഞാൻ ചൂട് വേണമെന്ന് പറഞ്ഞത്. ആ ഒരു ചൂടുണ്ടായാലും മാത്രമേ അതിമിലൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് കോട്ട് ചെയ്ത് പിടിക്കുക. ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കുറവായിട്ടൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനും ആ ഫ്ലേവറിനും അനുസരിച്ചിട്ടാണ്. ചില ആളുകൾക്ക് അധികം എരിവ് ഇഷ്ടമുണ്ടാവില്ല, അതുപോലെ ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതാ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പൊട്ടിപ്പോരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുർക്കുറെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിൽ ആക്കി വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ കേട് കൂടാതെ തന്നെ പുറത്തിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.